ചിക്കു സിയർ വാച്ചിങ് സോറി ചിക്കു അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പുറത്തു പോയി വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഷോപ്പ് കണ്ടു അമ്പിസ്വാമിയുടെ പാലട പായസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ നാളായിട്ട് പാൽപ്പായസം കുടിക്കാനും കൊതിയുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയില്ല, വാങ്ങിച്ചു. 1 ലിറ്റർ 1.5 ലിറ്റർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അത് അധികം നേരം പുറത്ത് വെച്ച് നാശമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചത് നിങ്ങൾക്ക് ഒരു റിവ്യൂവും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വ്ളോഗും റിവ്യൂ പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്ത് വന്നേക്കാണ് ഞാൻ സംഭവം കാണിച്ചില്ല. പതിവ് പോലെ കുറച്ച് ദിവസം ഇന്നലെ 2 ദിവസം ഉച്ചയ്ക്ക് ചെറിയ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ചൂട്. ഇന്നലെ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പാലട പായസത്തിൻ്റെ ഫ്രണ്ട് കവർ. കടയുടെ പേര് കണ്ട സുരേഷ് അമ്പിസ്വാമീസ് മിഠായി വാല. അവിടെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തൃശ്ശൂർ തന്നെയാണ് കേട്ടോ മിഠായി. അവിടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കുറേ ജിലേബി ലഡ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ നിന്നാണ് പാലട പായസം വാങ്ങിയത്. അപ്പോൾ പാലട പായസം കുറച്ച് നേരത്തെ മുമ്പ് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അതെല്ലാം ചെറിയ തണുപ്പായിട്ടുള്ള. അപ്പോൾ നമ്മൾ അത് ചൂടാക്കാൻ നിന്നില്ല. നമ്മളൊരു സ്റ്റീൽ സ്പൂണിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇട്ടു. അതാകുമ്പോൾ കുറച്ച് ചൂട് ആറുണ്ടെങ്കിൽ ആറട്ടെ എന്ന് വെച്ചിട്ട് കണ്ട ചൂട് തണുപ്പ് ഈ വെള്ളത്തിട്ടും തന്നെ പോവും. ചൂടാക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കുറച്ച് എന്തുമേ വെച്ചിട്ടുള്ളൂ നമ്മൾ. അത് നമുക്കൊരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മളങ്ങനെ പുതിയ ഒരു പാൻ വാങ്ങിച്ചിരിക്കുന്നു, ചപ്പാത്തിയും ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ജസ്റ്റ് ബ്ലോഗ് എടുത്തപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഇതിലൂടെ ഓർത്തു ഇതിന് അൺബോക്സ് ഇതാണ്. ദോശ ചുട്ടു, മസാല ദോശ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ പാൻ. പാനാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേരറിയില്ല. ചപ്പാത്തിയും ദോശയൊക്കെ ചുടാൻ. ഇതിപ്പോൾ നമ്മൾ ദോശ ചുട്ടു, മസാല ദോശ ഫസ്റ്റ് ടൈം ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചതാണ് അൺബോക്സിങ് പോലെ. ഓൾറെഡി അൺബോക്സ് ചെയ്തു തോന്നുന്നത് കാണിക്കേണ്ടതാണ്. കണ്ട ഇത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ തണുപ്പ് ആറിയെന്ന് വിചാരിക്കണു. അതേ തണുപ്പൊന്നും വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ വെച്ചിട്ടുള്ളൂ ഫ്രീസറിൽ വെച്ചില്ലേ ഫ്രിഡ്ജിൽ. അപ്പോൾ ശരിയായി തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ പായസം അങ്ങനെ തണുപ്പാറി, കുറച്ച് തണുപ്പാറി, പക്ഷെ ചൂടായിട്ടില്ല. ആ തണുപ്പ് ചൂടങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം. ഞാനത് കുറച്ച് കൊണ്ടുവന്നപ്പോൾ കുടിച്ചു. അതാണ് കുറച്ച് ഇത്ര ഉണ്ടായിരുന്നു പായസം. ഞാനത് കൊണ്ടുവന്നപ്പോൾ കുറച്ച് കുടിച്ചു. നല്ല ദാഹമായിരുന്നു, നല്ല കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുടിച്ചു. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. 1 ലിറ്റർ 1.5 ലിറ്റർ എന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം, പാലട പായസം. നമുക്ക് കപ്പിലെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു ട്രെൻഡിങ് സംഭവമാണ് ബോളിയും പാൽപ്പായസം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാളയിൽ ഇങ്ങനെ അവിടെ കൊടുക്കുന്നുണ്ട് ബോളിയും പാൽപ്പായസം. അത് അടിപൊളിയാണ്, നല്ല കോംബോയാണ്, അടിപൊളി. അവിടെ ഭയങ്കരമായിട്ട് ഇത് തീർന്നു ബോലി പാൽപ്പായസം. ഈ പാൽപ്പായസത്തിൻ്റെ ഉള്ളിൽ അല്ലേ പാലടയുടെ ഉള്ളിൽ ബോലൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. ബോലി പാൽപ്പായസം നല്ല കോമ്പിനേഷനാണ്. ചെറിയ കട്ടകളൊക്കെ ഉണ്ട് ഉള്ളിൽ, ഐസും കട്ടയുടെ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഇത് ഫ്രിഡ്ജ് നല്ല പവറുള്ള ഫ്രിഡ്ജാണ്. അപ്പോൾ കട്ടകളൊക്കെ നമുക്ക് ആദ്യം ഉടച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പാലട പായസം. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നേരത്തെ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾക്കും ഒന്നുകൂടെ റിവ്യൂ കാണിച്ചു തരാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാൻ ഇതാവുമല്ലോ. അപ്പോൾ അതാണ് അത് നമുക്ക് ഒഴിക്കാം. എൻ്റെ ഫേവറേറ്റ് പായസമാണ് പാലട പായസം. ഞാൻ സദ്യയിൽ നിന്ന് ഫസ്റ്റ് പാലട പായസം കുടിക്കണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പായസമാണ് പാലട പായസം. അപ്പോൾ നമുക്ക് ഇത്ര മതി. ബാക്കി നമുക്ക് കുറച്ച് എടുത്ത് വയ്ക്കാം, ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വയ്ക്കാം, വൈകുന്നേരം കുടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ പാലട പായസം എടുത്തിട്ടുണ്ട്, നമ്മളിനി കുടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പായസം എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൂണ് നിൽക്കുന്നില്ല, തണുപ്പുണ്ട്, തണുപ്പ് അത്യാവശ്യമുണ്ട്, കുറഞ്ഞിട്ടില്ല. എന്നാന്ന് ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട്. ഫ്രിഡ്ജ് നല്ലതാണ്, ഈ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പെട്ടെന്ന് തണുപ്പാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കാം. കുടിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം.
സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡിൻ്റെയാണ്. മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ളത് നല്ല മിൽക്ക് മെയ്ഡിൻ്റെ ഫസ്റ്റ് ഇത് വരുന്നുണ്ട് ചായ പോലെ. എനിക്ക് പിന്നെ പാലടയുടെ ഉള്ളിലത്തെ അടയില്ലേ, പാലടയുടെ അട, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ അവസാനം പാല് പായസത്തിൻ്റെ ഫസ്റ്റ് കുടിക്കും, എന്നിട്ട് അവസാനം അതൊക്കെ സ്പൂണിൽ കുടിക്കും. അങ്ങനെ പതിവ് ചെയ്യാറ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇത് ഈ പായസത്തിൽ പ്രത്യേകിച്ച് ഒരു മിൽക്ക് മെയ്ഡിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ കുറേ ഇതിൽ ഫ്ലേവറൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് കുടിച്ചപ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പായസം, സൂപ്പർ. അപ്പോൾ സദ്യയിൽ കിട്ടുന്നേക്കാളും സദ്യയിൽ കിട്ടുന്ന അതേപോലെ ഞാൻ അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാം. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് തൃശ്ശൂരാണ്, എല്ലായിടത്തും കടയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കുടിച്ച് തീർക്കണം. ഞാൻ കുറച്ച് കുടിച്ച് കൊടുത്തു. ചൂടാ അവിടെ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ചൂടുണ്ടായിരുന്നു, കുറച്ച് ചൂടുണ്ടായിരുന്നു. അവർക്ക് ഓൾറെഡി ഒക്കെ പെട്ടി ടിന്നിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചു. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ തണുപ്പായപ്പോൾ കുറച്ച് ഇത് പ്രശ്നമുണ്ട്, പല്ലും തണുപ്പ് കുറച്ച് ചൂടാക്കണം. പക്ഷെ ഞാൻ കുറച്ച് വെള്ളത്തിന് കാണിച്ചില്ല, അത് ചൂടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ കട്ടയൊക്കെ ഉടഞ്ഞിട്ടതായിരുന്നു. ഫ്രിഡ്ജിൻ്റെ തണുപ്പായ കാര്യമില്ല, പ്രശ്നം നന്നായി ചൂടാക്കി ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. ചൂടാക്കി ഒന്നുകൂടിയും ഇതാവും. സൂപ്പർ. ഇതിൽ കുറച്ച് ബോളിയും കൂടിയും, ബോളി അങ്ങനത്തെ കുറച്ച് കഷ്ണമാക്കിയിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഒന്നും പറയണം, നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്ര ഞാൻ ഇടയ്ക്ക് പാൽപ്പായസമൊക്കെ കുടിക്കുന്ന ഇടയ്ക്ക്, അപ്പം എനിക്ക് കൊതി വന്നു. നല്ല സ്മെല്ല്, അവിടെയൊക്കെ നല്ല സ്മെല്ല് കണ്ടു. അപ്പോൾ തുറന്നപ്പോൾ നല്ല സ്മെല്ല്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ.